ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Amigoz ലേക്ക് സ്വാഗതം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാൻ നേരത്തെ നമ്മുടെ യിപ്പിയും ഓറിയോ ആയിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കൂടുതലൊന്നും പറയില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ വന്നിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് യിപ്പിയും ഓറിയോ ആയിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാൻ പോവുകയാണ്. മച്ചന്മാരെ, യിപ്പിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ യിപ്പി സാധാ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ആ ഇപ്പിടത്ത് കിട്ടുന്ന മസാല, ഒരു മാജിക് മസാല എന്ന് പറയുന്ന ഒരു മസാല അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. നമ്മൾ ആ മാജിക് മസാലയും കൂടെ ചേർത്താണ് നമ്മൾ യിപ്പി ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് യിപ്പിയുടെ കൂട്ടത്തിൽ കിട്ടുന്ന മസാല മാറ്റിയിട്ട് നമ്മൾ ഓറിയോ കോംബോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കൂടുതലൊന്നും പറയാനില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചാന്മാരെ, നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് നോക്കാൻ നമ്മുടെ പാൻ വെച്ചിട്ട് നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. യിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളാരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമല്ല. അത് കാരണം നമ്മൾ യിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മച്ചന്മാരെ, അപ്പം നമ്മുടെ പാനിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാനിൻ്റെ അകത്തേക്ക് നമ്മുടെ യിപ്പി ഇട്ട് കൊടുക്കാം. മച്ചന്മാരെ, അപ്പോൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലായ കാരണം നമ്മൾ 2 യിപ്പികളിൽ കേട്ടോ നമ്മൾ ഇടുള്ളൂ. ഫ്രണ്ട്സ്, ഇത് എങ്ങനെയുണ്ടോ നോക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വലുതാക്കി ചെയ്യുന്നതാണ്. മച്ചന്മാരെ, അപ്പം നമ്മുടെ യിപ്പി ഒരുമാതിരി സെറ്റായി വേണ്ടിട്ടുണ്ട്. ഇത് കാണാം, നമ്മളിങ്ങനെ നെക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വിണ്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മച്ചന്മാരെ, അപ്പം നമ്മുടെ സാധനം നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ യിപ്പി ചൂടാവാനുള്ള ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഓറിയോ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓറിയോ നമുക്കൊന്ന് പൊടിച്ചെടുത്തേക്കാം. മച്ചന്മാരെ, നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ ചെറുതായി നമുക്കൊന്ന് പൊടിച്ച് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മച്ചന്മാരെ, അപ്പം നമുക്ക് ഇനി മിക്സിയുടെ അകത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കരുത്. മച്ചന്മാരെ, അപ്പം നമ്മുടെ യിപ്പിയുടെ അകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ചെറുതായി ഫ്രണ്ട്സ്, ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട്. ഓക്കെ, നല്ല കളറൊക്കെ പിടിച്ച് വരുന്നുണ്ട്. എന്താകുമെന്ന് ആർക്കറിയാം. നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ എന്തോരം നല്ല പോലെ ഇളക്കുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സാധനം കിട്ടും കേട്ടോ. നല്ല മണമൊക്കെ വന്നുകൊണ്ട് ഇപ്പം എന്താകുമെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. മച്ചന്മാരെ, അപ്പം നമ്മുടെ ഓറിയോ നൂഡിൽസ് സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ കോംബോ കൊടുക്കുന്നത് നമ്മുടെ പീരയും മിൽക്കി ബാറും കൂടെ നമ്മളിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പീരേനെയും മിൽക്കി ബാറിനെയും കൂടെ നമ്മുടെ നൂഡിൽസിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ നൂഡിൽസിന് ചെറിയൊരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മുടെ പുറത്തായിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. മച്ചന്മാരെ, അപ്പം നമ്മുടെ സാധനം ഒരുമാതിരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാകും. നമ്മുടെ പീരയും യിപ്പിയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വായിലേക്ക് എടുത്ത് വെക്കാം. അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ ആ പീരയുടെ ഫ്ലേവർ നല്ലപോലെ വന്നിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ മാക്സിമം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ പറയത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുറച്ച് ചങ്ക് മച്ചാന്മാരുണ്ട്. അപ്പം നമുക്ക് അവന്മാരെ കൊണ്ട് ഇന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മുടെ ചങ്ക് മച്ചാന്മാർ നോക്കാൻ നമ്മുടെ ഇവിടുത്തെ കട്ടക്ക് നിൽക്കണം. നമ്മുടെ കട്ടക്ക് സപ്പോർട്ട് തന്നെ മച്ചാന്മാരാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം കൊണ്ട് അവന്മാർ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ പറയാതെ തന്നെ അവന്മാർ ഷെയർ ആക്കും. അതാണ് നമ്മുടെ ചങ്ക് മച്ചാന്മാരുടെ കഴിവ്. ഇന്നലെ എടുത്താൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ എടുത്ത് നമ്മുടെ ആ ബൾബ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത നമ്മുടെ ബൾബിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അവൻ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അവനെ പിടിച്ച് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പിടിച്ച് പുറത്താക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താകുമെന്ന് ആർക്കറിയാം. നമ്മളിന്ന് ഉണ്ടാക്കിയ സാധനം അവന്മാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. എടാ, ഞാനിപ്പോഴൊരു കാര്യം പറഞ്ഞേക്കാം. ആരും കള്ളത്തിലൊന്നും പറയാൻ പാടില്ല. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാനുള്ള കാരണം നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പറയണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മച്ചന്മാരൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ടേസ്റ്റ് ചെയ്തോടാ, എങ്ങനെയുണ്ടെന്ന് പറ.
എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്യടാ. നാണൊന്നും വിചാരിക്കണ്ട, നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ്. എടുത്തങ്ങാട്ട് പെരുമാറങ്ങാട്ട്. കൃഷ്ണൻ എങ്ങനെയുണ്ടാ? അപ്പൊ എങ്ങനെയുണ്ടാ? അജില എങ്ങനെയുണ്ടാ? അല്ല എങ്ങനെയുണ്ടാ പറയടാ. വെട്ടിച്ചില്ല ഐറ്റം അല്ലേ? അടിപൊളി. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. നീ എന്താ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ക്ലൈനോടൊപ്പം